പ്രിയപ്പെട്ടവരെ, കീഴ്പ്പാടം സൽബുദ്ധി മാതാ പള്ളിയുടെ വികാരിയും തുരുത്തിപ്പുറം ഫൊറോനയുടെ വികാരിയുമായി 2025 മെയ് മാസം 19-ാം തീയതിയാണ് ഫാദർ ജോസഫ് ഒളാട്ടുപുറമായ ഞാൻ ചാർജ് എടുക്കുക. ഇവിടെ വന്നതിന് ശേഷം ഇടവകയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. ഇടവക ജനത്തിൻ്റെ ഏറ്റവും വലിയ ഒരാവശ്യമായിരുന്നു കോവിഡ് കാലത്ത് നിർത്തലാക്കപ്പെട്ട പരിശുദ്ധ സൽബുദ്ധി മാതാവിൻ്റെ നൊവേന വീണ്ടും ആരംഭിക്കുക എന്നുള്ളത്. ഓഗസ്റ്റ് 2-ാം തീയതി അതിന് ആരംഭം കുറിച്ചു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 കാലത്ത് 10 മണിക്കും സൽബുദ്ധി മാതാവിൻ്റെ സ്തുതിക്കായിട്ടുള്ള ദിവ്യബലിയും നൊവേന പ്രാർത്ഥനയും ആരാധനയും തുടർന്ന് നേർച്ച ഭക്ഷണവും നടത്തിപ്പോരുന്നു. നാനാജാതി മതസ്ഥരായ ഒത്തിരിയേറെ വിശ്വാസ സമൂഹമാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയുടെ പ്രാന്തപ്രദേശങ്ങളായ മാളവന, മടത്തുംപടി, തെക്കൻ താണിശ്ശേരി, ആലമറ്റം എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തു വരുന്നു. എല്ലാ വർഷവും ജനുവരി മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ ഇടവകയുടെ മധ്യസ്ഥയായ സൽബുദ്ധി മാതാവിൻ്റെ തിരുനാൾ ഇവിടെ കൊണ്ടാടുന്നത്. ഏറെ ചരിത്രപ്രസിദ്ധമായ ഒരു പശ്ചാത്തലമാണ് ഇടവകയ്ക്കുള്ളത്. 1924 ഉണ്ടായ വലിയ പേമാരിയും വെള്ളപ്പൊക്കത്തിനും ഇടയിലാണ് പരിശുദ്ധ സൽബുദ്ധി മാതാവിൻ്റെ തിരുസ്വരൂപം ഒരു ഹൈന്ദവ വിശ്വാസിക്ക് ലഭ്യമാവുക. അദ്ദേഹം അത് ക്രൈസ്തവ രൂപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ദേവാലയമായിരുന്ന മാളവന പള്ളിയിൽ അത് നൽകുകയും ചെയ്തു. പിന്നീട് കുറേ നാൾക്ക് ശേഷം അവിടുത്തെ രൂപങ്ങൾ ലേലം ചെയ്ത ഇടയിൽ മുട്ടിക്കൽ അന്തോണിക്കുട്ടി എന്ന വ്യക്തി ഈ തിരുസ്വരൂപം 8 ബ്രിട്ടീഷ് രൂപയ്ക്ക് ലേലം ചെയ്തെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഭവനത്തോട് ചേർന്ന് ഒരു ചെറിയ ഓലപ്പുര കെട്ടി അവിടെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും പ്രാർത്ഥനയും ഒക്ടോബർ മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസവും ആചരിച്ചു പോന്നിരുന്നു. ബോധജ്ഞ മാതാവ് എന്നാണ് ആദ്യം ഇതിന് പേര് നൽകിയിരുന്നത് ഈ തിരുസ്വരൂപത്തിന്. പിന്നീടാണ് സൽബുദ്ധി മാതാ എന്ന പേരിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടത്. ചരിത്രപ്രസിദ്ധമായ കോട്ടപ്പുറം രൂപതയിലെ തുരുത്തൂർ സീനായ് മൗണ്ട് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ കീഴിലായിരുന്ന ഈ പ്രദേശം 1988 ഒരു വൈദികൻ്റെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. പിന്നീട് 1991 ഇത് സ്വതന്ത്ര ഇടവകയായി രൂപാന്തരപ്പെടുകയും 1994 ജൂലൈ മാസം 3-ാം തീയതി ഈ ഇടവകയെ അഭിമന്യ കല്ലറയ്ക്കൽ പിതാവ് സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു വൈദികൻ്റെ സ്ഥിരമായിട്ടുള്ള സേവനം ഇടവകയ്ക്ക് ലഭ്യമായി. ഇന്ന് ഈ ദേവാലയം വിശ്വാസ സമൂഹമാകുന്ന 380 കുടുംബങ്ങളാലെ കൂടുതൽ സജീവമായി മുന്നേറുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ സമാപന സമ്മേളനത്തിലെ നമുക്കായി അഭിമന്യ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ രൂപതയുടെ വികാർ ജനറലായിട്ടുള്ള മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിലച്ഛനാണ്. അച്ഛനെ
നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും ഈ വേദിയിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ഈ പരിസരത്തേക്ക് കടന്ന് വന്നപ്പോൾ ഈ ധ്യാനം എന്താണോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ ധ്യാനത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണോ, ആ വലിയ ആത്മീയമായ സന്തോഷത്തിന്റെ അനുഭവമാണ് കണ്ടത്. ഞാൻ കഴിഞ്ഞ വർഷത്തിൽ കൂട്ടുകാട് ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന സന്ദേശത്തിനും അഭിവന്യ അംബ്രോസ് പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ തന്നെയാണ് പങ്കെടുത്തത്. അന്ന് ഞാൻ പ്രത്യേകമായി ഓർത്തൊരു കാര്യം, എൻ്റെ ദൈവവിളിയിൽ ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൻ വൈദികർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം എൻ്റെ വീട് ആളൂരാണ്. ഞങ്ങൾക്ക് പോട്ട ആശ്രമത്തിലേക്ക് ഒരു 3-3.5 കിലോമീറ്റർ നടന്ന് എത്താവുന്ന ദൂരമാണ്. ഒരു പക്ഷേ ഈ വലിയ നവീകരണം പോട്ടയിൽ ആരംഭിച്ചപ്പോ ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലായിരുന്നു അന്ന് വലിയ ശുശ്രൂഷകൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അനുദിന ശുശ്രൂഷകൾ ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ചകളിൽ ഞങ്ങൾ കുട്ടികൾ കൂട്ടമായി നടന്ന് റെയിൽവേ ട്രാക്കിന്റെ സൈഡിലൂടെ നടന്ന് റോഡിലൂടെ നടന്ന് ഞങ്ങളെല്ലാം ഈ പോട്ട ആശ്രമത്തിൽ എത്തിച്ചേരുകയും രാവിലെ മുതൽ വൈകിട്ട് വരെ വചനം ശ്രവിക്കുകയും ചെയ്ത ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ നടന്നപ്പോ ആളൂർ ഇടവകയിൽ 5 സ്ഥലങ്ങളിലായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. ഒരുപക്ഷെ അന്ന് ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിലും പിന്നീട് വിൻസെൻഷ്യൻ വൈദികരുടെ ആ ധ്യാനങ്ങളിലും എല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് ഒരു വൈദികനാകണമെന്നുള്ള വലിയ ആഗ്രഹത്തിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട വികാരിച്ചും പറഞ്ഞതുപോലെ വലിയ ആത്മീയ ഉത്കർഷത്തിന്റെ ഒരു അനുഭവത്തിലാണ്, നിറവിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഈ തെരുവുകളിലൂടെ ഇന്ന് നടന്ന് ക്രിസ്തുവിന്റെ ആ വലിയ വിശ്വാസവും ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയുമെല്ലാം ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥലത്തേക്ക്, നമ്മുടെ ദൈവാലയത്തിന് മുമ്പിലുള്ള ഈ ഗ്രൗണ്ടിൽ നമ്മൾ വചനം ശ്രവിക്കുന്നതിനും സമാപന ശുശ്രൂഷകൾക്കുമായി എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 119:105 നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പിന്നീട് സങ്കീർത്തനം 119 തന്നെ 130 വാക്യത്തിൽ നമ്മൾ വായിക്കും, അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നു. ഒരുപക്ഷെ ഈ ദിനങ്ങളിലൂടെയെല്ലാം ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശുദ്ധീകരണവും നമ്മുടെ ഇടവകയുടെ നവീകരണവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നപ്പോ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയായിരുന്നു. വചനം കൊണ്ട് നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവുമെല്ലാം നിറയുകയായിരുന്നു. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നുപോയത് ദൈവത്തെക്കുറിച്ച്, നിത്യജീവനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ചുള്ള വലിയ അറിവിന്റെ അനുഭവത്തിലേക്കാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പെട്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ഒക്കെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മളെ സ്വർഗത്തിലേക്ക് നോക്കാൻ, നിത്യജീവനിലേക്ക് നമ്മുടെ പ്രതീക്ഷകളെ ഉണർത്താൻ നമ്മളെ സഹായിക്കുന്ന വചനവിരുന്നിന്റെ ആത്മീയ അഭിഷേകത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, 9-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ പാപ്പാമാർ തുടങ്ങിവെച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു. അതായത് നിക്കോളാസ് മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ പിന്നീട് പോൾ 6-ാമൻ പാപ്പയുടെ കാലഘട്ടം വരെ, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, 9-ാം നൂറ്റാണ്ട് മുതൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ
പാപ്പാമാർ അവരുടെ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പോളറാമൻ പാപ്പയുടെ കാലത്തോടെ അത് നിർത്തലാക്കി. ടിയാറ എന്ന് പറയുന്ന പല തട്ടുകളുള്ള ഒരു കിരീടം ഈ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി പാപ്പയുടെ ശിരസിലേക്ക് വെച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുമ്പോ ഈ ടിയാറ പാപ്പയുടെ തലയിലേക്ക് ചാർത്തുമ്പോ ലത്തീനിൽ ഒരു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ സാരാംശം ഇതായിരുന്നു: പരിശുദ്ധ പിതാവേ, ഈ ലോകത്തിന്റെ മഹത്വവും ഈ ലോകത്തിന്റെ ബഹുമാനവുമെല്ലാം കടന്നുപോകും. പരിശുദ്ധ പിതാവേ, ഈ ലോകത്തിന്റെ മഹത്വവും ഈ ലോകത്തിന്റെ ബഹുമാനവും ആദരവുമെല്ലാം കടന്നുപോകും. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. പാപ്പാമാർ ചുമതലയേൽക്കുമ്പോ സഭ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ലോകത്തിന്റെ ഈ പൊലിമയും നന്മയും ആർഭാടങ്ങളും എല്ലാം കടന്നുപോകും. എന്നും നിലനിൽക്കുന്നത് നിത്യ ജീവന്റെ മാധുര്യവും നിത്യജീവന്റെ അനുഭവവുമാണ്. അതുകൊണ്ടാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനക്രമ വത്സരത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സ്വർഗത്തിന്റെ രാജാവാണ്. നമ്മളൊക്കെ എത്തിച്ചേരേണ്ടത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പലപ്പോഴും ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിൽ, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ, ഈ ലോകത്തിൻ്റെതായ സ്വാർത്ഥപരമായ ചുറ്റുപാടുകളിലെല്ലാം പെട്ടുപോകുന്ന നമുക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമുക്ക് ലഭിച്ച അസുലഭമായ അവസരമായിരുന്നു ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൻ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരാധന, ആരാധന യേശുവേ, യേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ, ഈ ആരാധന മധ്യേ എന്റെ മേൽ അത്ഭുതകരമായൊരു ദൈവശക്തി പ്രവർത്തിക്കട്ടെ. എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പരിശുദ്ധാത്മാവെ ഒരു പുതിയ അഭിഷേകം വേണം. ആഗ്രഹിക്കണം. ആരാധനയുടെ ഈ മണിക്കൂറിൽ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒറ്റ വിഷയമേ നമ്മുടെ ഉള്ളിലുള്ളൂ: പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. ആഗ്രഹിക്കണം. ചേർന്ന് പഠിക്കേ. ആരാധന, ആരാധന യേശുവേ, ആരാധന. ചേർന്ന് പാടിക്കേ. ആരാധന, ആരാധന, ആരാധന യേശുവേ, യേശുവേ, ആരാധന. കരങ്ങൾ ഉയർത്തിപ്പാടാം. ആരാധന, ആരാധന. കരങ്ങൾ വീശിപ്പാടാം. ആരാധന. ചേർന്ന് യേശുവേ, ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ആരാധന യേശുവേ, യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ കൃപയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അഭിഷേകത്തിൽ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. യെശയ്യായുടെ പ്രവചനം 30-ാം അധ്യായം 21-ാം തിരുവചനം: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ ഇനി മുതൽ നയിക്കും. ഓരോ വ്യക്തിയും ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. സാമുവേലിന്റെ 1-ാം പ്രവചനം 10-ാം അധ്യായം 6-ാം തിരുവചനം: അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും.
മറ്റൊരു മനുഷ്യനായി നീ മാറും. അപ്പസ്തോല പ്രവർത്തനം 10-44 തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതാ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് നിന്റെ മേൽ അത്ഭുത ശക്തി പറന്നിറങ്ങുന്ന സമയമാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ യേശുവേ എന്ന് വിളിക്കാറുണ്ട്, യേശുവിന്റെ നാമം പറയാറുണ്ട് എന്നുള്ളത് പോലെ തന്നെ പറയേണ്ട നാമമാണ് പരിശുദ്ധാത്മാവിന്റെ നാമം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, മറ്റൊന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കണ്ട. ഒരുപക്ഷെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊള്ളും. നീ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെ പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കും. റോമാലേഖനം 8-15 തിരുവചനം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. യെസ്, ഈ ശുശ്രൂഷ അവസരത്തിൽ വിശ്വസിച്ചോളൂ, ഇന്നോളം നീ നയിക്കപ്പെട്ട അടിമത്തത്തിന്റെ, ഭയത്തിന്റെ, നിരാശയുടെ ആത്മാവല്ല. ഇനി മുതൽ നിന്നെ നയിക്കുന്നത് ഒരു പുത്തൻ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓരോ വ്യക്തിയും അതിനു വേണ്ടി ആഗ്രഹിക്കണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ അർഹതയുണ്ടോ? ഞാനൊരു പാപിയല്ലേ? നീ സഹോദരി വിഷമിക്കേണ്ട. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ നിന്നിൽ സംഭവിച്ചത് ഈ ഒരു പന്തക്കുസ്ത അഭിഷേകമാണ്. ജോയേലിന്റെ പ്രവചനം 2-28 തിരുവചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അന്നിങ്ങനെ സംഭവിക്കും. അത് ഇവിടെ ഇപ്പോൾ ഈ സമയത്താണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ചോളൂ. അല്പസമയം ആവർത്തിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെ മാത്രം വിളിക്കട്ടെ. ഓരോ വ്യക്തിയും നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ അറിയാവുന്നത് അതുപോലെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് വിളിക്കട്ടെ. ഓരോ വ്യക്തിയും എത്രത്തോളം സ്വരമുയർത്തി വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, ആത്മാവേ എന്ന് വിളിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിച്ചോളൂ. ഇതാ അപ്പസ്തോല പ്രവർത്തനം 1-4 തിരുവചനം. അവരെല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജസ്റ്റിൻ മാത്യു. ഞാൻ കീഴുപ്പാടം ഇടവാംഗമാണ്. ഞാൻ ഇതിൻ്റെ ജനറൽ കൺവീനറാണ്. ഞങ്ങളുടെ ഇടവകയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ധ്യാനം വന്നെത്തിയത്. ഞങ്ങളുടെ വികാരിയച്ഛൻ ചാർജ് എടുത്തിട്ട് 6 മാസം ആയപ്പോൾ തന്നെ ഞങ്ങളുടെ വികാരിയച്ഛൻ
പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അച്ഛനായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഒരവസരം വീണ് കിട്ടി. ഈ ധ്യാനം മുൻപ് ബുക്ക് ചെയ്തിരുന്ന വേറൊരു ഇടവകയിൽ ചെറിയ കാരണങ്ങളാൽ അത് ക്യാൻസലാവുകയാണ് ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വികാരിയച്ഛൻ വിളിച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന 16 മുതൽ 21 വരെയുള്ള ഡേറ്റിൽ ഈ ധ്യാനം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായി ലഭിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ ധന്യ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ 5 ദിവസവും കടന്നുപോയത്. ആശ്വാസദായകവും സൗഖ്യവും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും നാടിൻ്റെയും ഇടവകയുടെയും ഞങ്ങളുടെ ഭവനങ്ങളുടെയും വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ ഞങ്ങളുടെ ഇടവകയ്ക്ക് ഒരു ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ സന്ദേശം കൂടി ലഭിക്കുകയുണ്ടായി. ഈ ധ്യാനത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാനം കൂടുക എന്ന് പറയുകയുണ്ടായി. ഇത് ഞങ്ങളുടെ ഭവനത്തിന് അച്ഛന്മാർ വന്നപ്പോൾ ആത്മീയ ഉണർവും ഞങ്ങളുടെ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ നാടിലൂടെ അച്ഛന്മാർ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ അയൽ ഇടവകയ്ക്കും ഞങ്ങളുടെ നാനാജാതി മതസ്ഥരായി ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തിയിൽ നിൽക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഏറെ ആനന്ദദായകമായ ദൈവത്തിൻ്റെ കരുതൽ കിട്ടിയ നിമിഷങ്ങളുണ്ടായി. എൻ്റെ പേര് ആൽബി കോളരിക്കൽ. ഞാൻ കീഴ്പ്പാടം ഇടവക അംഗമാണ്. ഈ ഇടവകയുടെ കൈക്കാരന്മാരിൽ ഒരാളാണ്. മറ്റൊരു കൈക്കാരൻ ജിൻസൺ ചേട്ടൻ പടിയിലുണ്ട്. നമ്മുടെ കീഴ്പ്പാടം ഇടവകയിലെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ അനുഗ്രഹീതവും എല്ലാവർക്കും വളരെ ഏറ്റവും സുപ്രധാനമായ ജീവിത മാർഗത്തിൽ കൂടെ തന്നെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. 2 മാസക്കാലമായി ഇതിനു വേണ്ടി ഈ ഇടവക ജനം മുഴുവനും ഒരുങ്ങി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹങ്ങളും പുണ്യവും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വാസമുണ്ട്. ഇടവക ജനം മുഴുവനുമായി നമ്മുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി 2 മാസക്കാലമായിട്ട് നമ്മുടെ അച്ഛനും ഈ ഇടവക ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ധ്യാനം നല്ലൊരു അനുഗ്രഹമായിട്ട് തന്നെ ഈ ഇടവക ജനത്തിനും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവനും ജനങ്ങൾക്കും ലഭിച്ചു. അതിനേറെ എല്ലാ വൈദികരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികാരി അച്ഛനോടും ഏറ്റവും ഈ ഇടവക ജനം കടപ്പെട്ടിരിക്കുന്നു.